ദേവദൂതൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ദേവദൂതനിൽ ഇതുപോലെ പാട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സീൻസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അടിപൊളിയായിരുന്നു. TV കണ്ടതിനെക്കാട്ടി കുറച്ച് നല്ലതായിരുന്നു, നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല ഫിലിം. കുഴപ്പമില്ല, നല്ല ഡോൾബി അറ്റ്മോസ്, നല്ല സൗണ്ട് സിസ്റ്റം, കുഴപ്പമില്ല, നല്ലത്. 4K കൊള്ളാം. പണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടതാണ് 93-ൽ. നല്ല അനുഭവം, നല്ല പുതിയ എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ പടം അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഴയത് കാണുമ്പോഴൊരു നല്ല രീതി. മണിച്ചിത്ര താഴെ കാണാനായിരുന്നു, കൊള്ളായിരുന്നു. ആ ഒരു ഫീല് പഴയതിൻ്റെ നമുക്ക് ഒരുപാട് മിസ്സായ സൗണ്ട് എഫക്റ്റും അത് ഇതുമൊക്കെ എല്ലാം സൂപ്പറായിട്ടുണ്ട്. അന്ന് കാണാൻ പറ്റും, അന്ന് ജനിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അന്ന് കാണാൻ പറ്റാത്ത ഇപ്പം നല്ലോണം ഒരു ഫീലിൽ കാണാൻ പറ്റി. വിഷ്വലി ഭയങ്കര ഇത്രയും ഇപ്പം ഈ കളർ ഡ്രസ്സിങ്ങോ അങ്ങനത്തെയൊക്കെ അതൊക്കെ തന്നെ ഇത്രയും ഭംഗിയുള്ളതാണെന്നുള്ളത് ഇപ്പോൾ കാണുമ്പോഴാണ് മനസ്സിലായത്. ഇത്രയും അങ്ങനെ നല്ല സൂപ്പറാണ്. വീണ്ടും ഒന്നിനെ കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. പാട്ട് എല്ലാം നല്ലോണം കേൾക്കാൻ സൗണ്ട് ക്വാളിറ്റി എല്ലാം ഉണ്ടായതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. ഇല്ല, വെറുപ്പൊന്നും ഫീൽ ചെയ്ത് കാണാൻ തന്നെ നല്ലോണം പറ്റി. പിന്നെ അതിൻ്റെ വേറെ പ്രശ്നമൊന്നുമില്ല. BGM ഒക്കെ എക്സ്ട്രാ കുറച്ച് കുത്തി കയറ്റിയിട്ടുണ്ട്. ക്വാളിറ്റിയിലെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അല്പം BGM കുറച്ച് സസ്പെൻസ് മ്യൂസിക് അല്പം കയറ്റിയിട്ടുണ്ട്. അത് ഒരു ആരോഗ്യമായിട്ട് തോന്നി. ബാക്കിയെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. നല്ല മസ്റ്റ് വാച്ച് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എന്തായാലും മസ്റ്റ് വാച്ച് തന്നെയാണ്. കാരണം ഈ നമ്മൾ സിനിമ ഒരുപാട് തവണ TV കണ്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു മസ്റ്റ് വാച്ച് സ്ക്രീനല്ല, ഒരുപാട് പഴയ സിനിമ ഉണ്ടായിരിക്കും. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ്. കൊള്ളാം, നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ നല്ല എക്സ്പീരിയൻസ്. മിനി സ്ക്രീനിൽ നിന്ന് ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ്, പണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് മൂവിയല്ലേ, അന്ന് കണ്ട ആ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് തന്നെയാണ് മെയിൻ, ആ ബിഗ് സ്ക്രീനിൽ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും ഇല്ല. അതെ, ഒരുപാട് കണ്ടതാണെങ്കിലും മടുപ്പില്ലാത്തൊരു സിനിമ. വളരെ നല്ല മൂവിയായിരുന്നു. ഞാൻ ഈ മൂവി ആക്ച്വലി കുറേ തവണ കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ കണ്ട് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് അറിയണമെന്നുണ്ടായിരുന്നു. അത് കുറേ തവണ കണ്ടാലും അത്രയും മടുക്കത്തില്ല. ശോഭന മാഡത്തിൻ്റെ ആയാലും നല്ല രീതിയിലുള്ള ആ ഒരു ആക്ടിങ്ങും എല്ലാം കൊള്ളായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ഈ മൂവി ആക്ച്വലി ഫസ്റ്റ് ടൈം ആയിട്ട് കാണണമെന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അറിയാനും കാര്യങ്ങളൊക്കെ എടുത്തു പറയാൻ കൊള്ളായിരുന്നു. നല്ല മൂവിയായിരുന്നു. അത് എന്നുവെച്ചാൽ ഇതിൻ്റെ അഭിനയമൊക്കെ ആയാലും ശോഭന മാമിൻ്റെ ഒക്കെ അഭിനയമൊക്കെ നമ്മൾ കണ്ടങ്ങ് ഇരുന്ന് പോകും. കാരണം നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കാണാതെ അറിയാം. അപ്പോൾ അടുത്ത ഇനി എന്താണ് എന്നൊക്കെ നമുക്ക് നല്ല രീതിക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിലെ പാട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണിത്. തിയേറ്ററിൽ ഒരു അവസരം കിട്ടിയതിൽ ഭയങ്കര താങ്ക്ഫുള്ളാണ്.